എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു ടോപ്പിക് എന്നല്ല, നമ്മൾ മുന്നിട്ടുണ്ടായിരുന്ന ഓഫീസിന്റെ ബ്ലോഗൊക്കെ, എന്റെ ഫസ്റ്റ് ഇൻഫോ പാർക്കത്തെ ജോബ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ഓഫീസ് ലൈഫ്, അതിലൊക്കെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായി. അപ്പൊ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു കമന്റിലൂടെ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഡൗട്ട് വരികയാണ്, അല്ലെങ്കിൽ പിന്നെ അവർ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ചോദിക്കുകയാണ്. അപ്പോഴും ഇൻസ്റ്റയിലൊക്കെ അയക്കുന്ന സമയത്ത് എനിക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് പോകാറുണ്ട് കേട്ടോ. ഈ കമന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ കമന്റ് ഇട്ട ആൾക്കാർക്കാണെങ്കിലും കുറച്ചും കൂടി മനസ്സിലാവുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ചെയ്യാൻ കുറച്ച് ലാഗായി പോയി, ബിക്കോസ് എൻ്റെ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ട്വിൻ ബോയ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ അതിന്റെയൊക്കെ തിക്കും തിരക്കിലുമായിരുന്നു ഞാൻ. ഇനി വീണ്ടും എറണാകുളം പോവുകയാണ് ഞാൻ. അങ്ങനെ ഫുള്ള് എന്താ പറയാ, ഹറിബറി എന്നുള്ളൊരു ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് ലേഖായി പോയത്. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻഫോ പാർക്കിന്റെ ഒക്കെ ജോബില്ലേ, അതിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് എന്താ പറയാ, ഇൻസ്റ്റയിൽ കുറെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായി. അതിലൊക്കെ ഭയങ്കര പ്രൗഡാണ്. പിന്നെ ഒരു കുട്ടിക്ക് രണ്ടുപേർക്ക് ജോബ് കിട്ടി ഡൈനാമോണിനകത്ത്. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് മെയിലൊക്കെ അയച്ചു. അങ്ങനെയാണ് ആ കുട്ടിക്ക് ജോബ് കിട്ടിയത് കേട്ടോ. അങ്ങനെ 2 പേർക്ക് ഇങ്ങനെ കിട്ടി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി. അത് ഞാൻ പറയാം, എന്താണ് ഏതാണെന്നൊക്കെ വീഡിയോയിൽ പറയാം. അപ്പം നമുക്ക് ഈ കമന്റ്സ് ആദ്യം ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ഡേ ഇൻ മൈ ഓഫീസ് ഇൻഫോ പാർക്ക് എന്നുള്ളൊരു വീഡിയോ എടുത്തിട്ട് അതിലെ കമന്റ്സ് ആണ് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താ പറയാ, IT ജോബാണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് എനിക്ക് രണ്ടും, എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് രണ്ടും ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ കുറച്ച് എൻ്റെ പേഴ്സണൽ കുറച്ച് EMIs ഉണ്ട്. എൻ്റെ വണ്ടി അങ്ങനെ കുറച്ച് ഉണ്ടല്ലോ, എൻ്റെ ക്യാമറ, അങ്ങനെ കുറച്ച് EMIs ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ ലക്ഷ്യം എന്താണോ അത് സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കണ്ടല്ലോ, ജോലിക്ക് പോവാലോ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഓരോരോ ചുവട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ കമന്റ്സ് നോക്കാം. ഓക്കെ, നോൺ സർട്ടിഫൈഡ് കോഡേഴ്സിന് വേക്കൻസി ഉണ്ടോ, BSc ഗ്രാജുവേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ന് പറയുകയാണെങ്കിൽ കോഡിങ് കഴിഞ്ഞ് CPC സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. ഓക്കെ, മുന്നേ അതായത് ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് വലിയ കോമ്പറ്റീഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു, BSc ആണോ നിങ്ങൾക്ക് ജോബ് ഉണ്ട്, കോഡിങ് പഠിക്കണ്ട പക്ഷെ BSc ആണോ ജോബ് തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 3-6 മാസത്തെ കോഴ്സാണ് ഈ കോഡിങ്, ഒരു ക്രാഷ് കോഴ്സാണ് അല്ലേ ഈ കോഡിങ്. അപ്പൊ അതായത് നമ്മുടെ ഈ കേരളത്തിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ബൾക്കായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് പഠിച്ചിറങ്ങുന്നത് ഓൾറെഡി. അപ്പോൾ അവരുടെ ഇടയിൽ അവർക്ക് ഈ കോഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, CPC സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവരുടെ ഇടയിൽ ഈ BSc ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൊണ്ട് CV കൊടുക്കുമ്പോൾ അവർക്ക് ജോബ് കിട്ടും. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കിട്ടില്ല. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഒരു ഫീൽഡിൽ, മനസ്സിലായില്ലേ. ഈ DPharm കഴിഞ്ഞ ആൾക്കാരും അങ്ങനെ കുറെ ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. BTech MTech കഴിഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ കോഡിങ്ങിന് CPC മസ്റ്റ് ആണ്. അപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിലും CPC മസ്റ്റ് ആണ്. ഓക്കെ, CPC സർട്ടിഫൈഡ് അല്ലാത്ത കമ്പനീസ് എടുക്കുന്ന ഡൈനാമിനകത്ത് CPCയുടെ നിർബന്ധമില്ലേ. ഫ്രഷേഴ്സിന് ഡൈനാമിനകത്ത് കയറാം കോഡിംഗ് ആണെങ്കിൽ. ഓക്കെ, അവിടെ BSc മതിയായിരിക്കും തോന്നുന്നുണ്ട്. അന്ന് ഞാൻ എന്താ പറയാ, അന്ന് ഞാൻ ഇന്റർവ്യൂവിനൊക്കെ പോയ സമയത്ത് അങ്ങനെ കുറെ പിള്ളേർ വന്നിട്ട് അവർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ ആ വഴി ഒന്ന് നോക്കിയാൽ മതി. ഡൈനാമിന്റെ അകത്ത് എനിക്ക് കറക്റ്റ് അറിയുള്ളൂ. നമുക്ക് ഇൻഫോ പാർക്കിനകത്ത് 4-5 കമ്പനി മാത്രമേ കോഡിംഗ് ബില്ലിംഗ് ആ ഒരു ഉള്ളൂ. അതിന്റെ ലിസ്റ്റ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യല്ല. അതും കൂടിയിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് പറയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അത് പറയാത്തത്. ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചേച്ചി ഇൻഫോ പാർക്കിൽ ഏത് കമ്പനിയിലാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ഡൈനാമിന്റെ അകത്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ HH ബാക്ക് ഓഫീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ സെക്കൻഡ് കമ്പനി. അതിനെ കുറിച്ച് മോർ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ കൂടി ഈ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഞാൻ കുഴപ്പിക്കണ്ടല്ലോ വിചാരിച്ചാണ് ഈ ഇതിലൊന്നും പറയാത്ത കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയാ, ദർ ഇസ് എനി വേക്കൻസീസ് ഇൻ യുവർ കമ്പനി. എൻ്റെ കമ്പനിയിലെ വേക്കൻസീസ് ഉണ്ട്. സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഡേഴ്സിനെയാണ് അവർ നോക്കുന്നത്. ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് വരിക. ഞാൻ സെക്കൻഡ് ജോബ് എന്ന് പറയുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്. അപ്പൊ US അവിടുത്തെ ഒന്നിനും പ്രൊവൈഡേഴ്സിനെ വെച്ചിട്ടായിരിക്കും. പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആണ് കേട്ടോ. US ഡോക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും കോഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക്
ക്ലയന്റ് ഇന്റർവ്യൂ. ആദ്യം TL-നായിട്ട് വരും, പിന്നെ അവിടുത്തെ മാനേജറിനായിട്ട് വരും. പിന്നെ ഈ 2 പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, US പ്രൊവൈഡറിനായിട്ട്, അതായത് US ഡോക്ടറിനായിട്ടായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് CPC മസ്റ്റ് ആണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം, എന്താ ഏതാ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഇൻ വിച്ച് ഫീൽഡ്, ഞാൻ മെഡിക്കൽ ബില്ലർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. 2 കമ്പനിയിലും ഞാൻ മെഡിക്കൽ ബില്ലർ ആണ് കേട്ടോ. ഓക്കെ, മുന്നത്തെ കമ്പനിയിൽ ഞാൻ മെഡിക്കൽ ബില്ലർ ആണ്, ലാബ് ബില്ലിംഗ് അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. 2 ഞാൻ തന്നെ മെഡിക്കൽ ബില്ലിംഗ്, അത്രേ ഉള്ളൂ. ഞാൻ CPC സർട്ടിഫൈഡ് അല്ല, ഞാൻ ജസ്റ്റ് കോഡിങ് കഴിഞ്ഞിട്ട് കയറിയതാണ് മെഡിക്കൽ ബില്ലിംഗ് സെക്ഷനിലാണ്. ഓക്കെ, പിന്നെന്താ, അങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു എന്താ പറയാ വീഡിയോ ഒക്കെ അത് ചോദിച്ചിട്ട്. ഇനി സെക്കൻഡ് വീഡിയോ, ഫസ്റ്റ് ജോബ് ഇൻ ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 50,000 ബോണ്ടൊക്കെ ചെയ്യുമ്പോൾ മന്ത്ലി ഇൻ ഹാൻഡ് എത്ര കിട്ടും? അതായത് നമ്മൾ 50,000 ബോണ്ട് നമ്മൾ ചെക്കിൽ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ബോണ്ട്. എനിക്ക് അന്ന് ഡൈനാമിൽ അത് കിട്ടിയിരുന്നത് 10 ഇൻ ഹാൻഡ് കിട്ടിയിരുന്നത്, 10,000 രൂപയുടെ ഇൻ ഹാൻഡ് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് PF ESI ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 10 കയ്യിൽ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, വലിയ സാലറി എന്നൊന്നും പറയല്ലോ, പക്ഷെ ഫ്രഷറായിട്ട് കയറുമ്പോൾ അത്രയൊക്കെ തന്നെയല്ലേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മുന്നേ കയറിയതാണ്, ഒരു 1.5 കൊല്ലം മുന്നേയൊക്കെയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായത്. പിന്നെ എന്താ പറയുക, സ്ക്രൈബിങ് എങ്ങനെ, ജോലി പ്രഷർ ഉണ്ടോ? ഈ ജോലി പ്രഷർ എന്ന് പറയണത് നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ടീമിൽ, നിങ്ങളുടെ മാനേജറിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ ഒട്ടും പ്രഷർ ഇല്ലാത്ത ഒരു കമ്പനിയും ഇല്ല. അതായത് ഒരു ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജോലിക്ക് അതിൻ്റെതായ പ്രഷർ ഉണ്ടായിരിക്കും. പ്രഷർ ഇല്ലാത്ത ജോലി നോക്കി അന്വേഷിച്ച് നടക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതൊക്കെ ഈ TL-ലും മാനേജറും അവരുടെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നല്ല TL കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ചില്ലായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ പ്രഷർ ഇല്ലാത്ത ജോലിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത അവിടെ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, സബ്മിഷൻ പോലെ തന്നെയാണോ? ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാനത് എൻ്റെ 2 കമ്പനിയിലും ഞാൻ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് കേട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ ഡൈനാമിളിൽ ഇന്റർവ്യൂവിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറയാമോ? ഇപ്പൊ ഡൈനാമിന്റെ അകത്ത് നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലുതായിട്ടൊന്നും ചോദിക്കില്ല. കാരണം നിങ്ങൾക്ക് ഫ്രഷറായി നിങ്ങൾക്ക് എന്തറിയാം, ഇപ്പൊ ഒരു കോഡറായിട്ട് നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഡൈനാമിനകത്ത് അങ്ങനെ കോഡിങ്ങില് നമുക്ക് ഇന്റർവ്യൂ സെക്ഷൻ എന്ന് പറയണത് മാനേജറിനായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും ഇന്റർവ്യൂവിൽ തന്നെ. പിന്നെ നമുക്ക് സിസ്റ്റത്തിൽ എക്സാം ഉണ്ടായിരിക്കും. കോഡിങ് എന്താ ജസ്റ്റ് അങ്ങനത്തെയൊക്കെയോ സംഭവമാണ് അതിലുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് സബ്മിഷൻ ആണ് നിങ്ങൾ പോണതെന്നുണ്ടെങ്കിൽ സബ്മിഷനകത്ത് അങ്ങനെ ഒന്നും ചോദിക്കില്ല. നിങ്ങളുടെ CV-യുടെ അകത്ത് എന്താണോ, ജസ്റ്റ് ഫ്രഷർ ആണെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കും. പിന്നെ ഹോബീസ് എന്തെങ്കിലും നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക. എൻ്റെ അടുത്ത് ഞാൻ അനിമൽ റെസ്ക്യൂ എന്നായിരുന്നു ഞാൻ എൻ്റെ ഹോബി കൊടുത്തിട്ടുണ്ടായേ. അപ്പോൾ എന്ത് അനിമൽ റെസ്ക്യൂ ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ എത്ര അനിമൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, ഇപ്പം എത്ര എണ്ണം വെയിറ്റ്, അങ്ങനെ അതായത് നമ്മുടെ ലാംഗ്വേജ് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മാനേജറായിട്ടുള്ള ഇന്റർവ്യൂ പിന്നെ CEO-നായിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ടുണ്ടായിരുന്നത് ഫുൾ ഇംഗ്ലീഷിലായിരുന്നു ഇന്റർവ്യൂ ഒക്കെ വരിക. അപ്പോൾ നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ നല്ല ഫ്ലുവൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അത്ര വലിയ ഫ്ലുവൻസ് ഒന്നും വേണ്ട, ഞാൻ അത്ര ഫ്ലുവൻ്റ് ഒന്നല്ല. ഓക്കെ, പിന്നെ ഇൻഫോ പാർക്കിൽ റിട്ടേൺ ടെക്സ്റ്റ് ഇല്ലാത്ത കമ്പനീസ് ഏതൊക്കെയാണെന്ന് പറയാമോ? സത്യം എനിക്കറിയില്ല. കാരണം ഇൻഫോ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോണ കമ്പനീസ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ചീത്തവിളിയിലൊന്നും ആ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല, അതൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ എക്സാം ഇല്ലാത്ത കമ്പനീസ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോണ കാരണം തന്നെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും, അത്രയും പറഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അതും ഇടയ്ക്ക് ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ടൈമിൽ ഉണ്ടായിരിക്കും, നമ്മൾ ഫ്ലോറിനകത്ത് കയറുമുണ്ടായിരിക്കും, ഫ്ലോറിനകത്ത് കയറി കഴിഞ്ഞുണ്ടായിരിക്കും, ഇടയ്ക്ക് ആ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, പിന്നെ ചേച്ചി എവിടെ വേക്കൻസി ഉണ്ടോ? ഞാൻ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കമ്പനിയിൽ ഇടയ്ക്ക് വേക്കൻസീസ് വരാറുണ്ട്. അത് പ്രൊവൈഡറിനെ ആയിട്ടാണ് ചിലപ്പോൾ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. 3ാമത്തെ സെക്ഷനാണ് പ്രൊവൈഡറിനായിട്ട്. അപ്പോൾ ലാംഗ്വേജ് മസ്റ്റ് ആണ് കോഡിങ്ങിൽ കേട്ടോ. ഓക്കെ, ഡൈനാമിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ എക്സാമും പിന്നെ അതുപോലെ തന്നെ സിസ്റ്റത്തിലുള്ള എക്സാമും ജസ്റ്റ് ഒരു HR ഇന്റർവ്യൂ അങ്ങനെ എന്തോ ഡൈനാമിനകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ചേച്ചി എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ചേച്ചി എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്? അത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് കമ്പനിയാണോ
ഇപ്പോൾ എക്സാമ്പിൾ ഡൈനാമോഡ് തന്നെ എടുക്കാം. ഡൈനാമോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കമ്പനി ആയിക്കോട്ടെ, ഇപ്പൊ ഈ ഒരു പ്രൊഫഷൻ അല്ലാത്ത ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചത് കേട്ടോ, നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ വേണ്ടേ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കോഡിംഗ് കമ്പനീസ് ഇൻഫോ പാർക്കോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീസ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ അത് എടുക്കുക. എന്നിട്ട് അതിൽ എന്താ പറയുക HR-ന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ പേര് വരും. ഡൈനാമോഡ് എന്നാണെങ്കിൽ അടിച്ചുള്ള ഡൈനാമോഡ് വരും. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അടിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HR കോൺടാക്ട് ഉണ്ടായിരിക്കും, HR മെയിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ HR കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക, വേക്കൻസി ഉണ്ടോ ചോദിക്കുക, ഇല്ലയെന്ന് അവർ പറയും. ഓക്കെ, പക്ഷെ നമ്മുടെ ആവശ്യമാണ് നമുക്ക് ജോലി വേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, മെയിൽ ID എടുക്കുക. എന്നിട്ട് ആ മെയിൽ ID ത്രൂ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ CV അവർക്ക് അയച്ചിടുക. മേ ബി അവിടെ വാക്കൻസീസ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ മെയിലായിരിക്കും ചെക്ക് ചെയ്യുക. ഓക്കെ, വിളിച്ചതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം മെയിലായിരിക്കും ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു നമ്മുടെ മെയില് അല്ല അവരുടെ മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ CV ഉണ്ടായിരിക്കും, നമ്മളൊരു കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നീ വിളിച്ചിട്ടില്ല 2-3 മാസം വീണ്ടും കഴിഞ്ഞ് അവർ വിളിക്കുന്നില്ലെങ്കിൽ വീണ്ടും വിളിക്കുക. അവിടെ വല്ല വേക്കൻസീസ് ഉണ്ടോ ചോദിക്കുക, അവരില്ല എന്നാണ് പറയുന്നത്, വീണ്ടും മെയിൽ അയക്കാം. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നത്. എനിക്ക് ഇഷ്ടം പോലെ കോളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിരുന്നു. കുറേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയാ, ചേച്ചി മെഡിക്കൽ ബില്ലിംഗ് കഴിഞ്ഞ് ഫ്രഷേഴ്സിന് ഇൻഫോ പാർക്ക് എത്ര സാലറി? മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ട് ഫ്രഷേഴ്സിന് ഒരു 15-14 അത്രയ്ക്കേ വരുന്നുള്ളൂ കേട്ടോ. 15-14,000 രൂപയ്ക്ക് വരുന്നുള്ളൂ. പിന്നെ ചേച്ചി ഞാൻ BCA സ്റ്റുഡൻ്റ് ആണ്, ബട്ട് കോഡിങ് അറിയില്ല, അപ്പോൾ ജോബ് കിട്ടുന്നതിന് ചാൻസസ് ഉണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ ആണെങ്കിൽ കിട്ടിയിരുന്നു കേട്ടോ. മുന്നേ എന്ന് പറയുന്ന സമയത്ത് അധികം ആരും പഠിച്ചിറങ്ങാത്ത സമയമായിരുന്നു. അപ്പോൾ BSc കഴിഞ്ഞ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കോഡിങ് കഴിഞ്ഞിട്ട് എന്താ പറയുക, മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ട് CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ എന്താ പറയുക ജോലി കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ BCA കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ അക്കൗണ്ടിങ്ങിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തൂടെ അല്ലേ? അപ്പോൾ ഈ ഒരു ഗ്രാജുവേഷൻ വെച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്യല്ലേ ബെറ്റർ, ഈ ഫിനാൻസിലും കാര്യങ്ങളൊക്കെ. അതാണ് ആ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കമൻസ് കേട്ടോ. പിന്നെ ഇനി അടുത്ത വീഡിയോസിലുള്ള കമൻസ് What about the post of authorization officer? It is good position for a CPC certified. അതായത് CPC സർട്ടിഫൈഡ് ഉള്ള ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വർക്ക് ചെയ്താൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഡറായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇതിലുണ്ട്. അതായത് കോഡിങ് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഓതറൈസേഷൻ ഓഫീസർ എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ പോസ്റ്റുകളുണ്ട്. ഓരോ കമ്പനിയിലും പലതരം പോസ്റ്റുകളാണ് വരിക, മനസ്സിലായില്ലേ? അപ്പം അതിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആ കുട്ടി കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ എന്തോ. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ പാക്കേജ് ഒക്കെ എങ്ങനെയാണ് ഇൻഫോ പാർക്കിൽ പാക്കേജ് ഞാൻ പറഞ്ഞ ഫ്രഷർ ആണെങ്കിൽ 12, 14, 15 കിട്ടുള്ളൂ. 15 കിട്ടി അത്രേ ഉള്ളൂ കേട്ടോ. ഇനി സർട്ടിഫൈഡ് ആയിട്ടുള്ള CPC കോഡേഴ്സിനാണെങ്കിൽ 18, 23, 24 റേഞ്ചിൽ എന്തായാലും കിട്ടും. അപ്പോൾ അതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്തത് സ്പോട്ട് റെസിഡൻറ്റിയിൽ നിങ്ങൾ വന്നിട്ടുണ്ട് നോക്കട്ടെ കേട്ടോ. ഏത് കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയി? ഞാൻ പ്ലേസ്ഡ് ആയിട്ടില്ല. ഞാൻ എന്താ പറയുക ഇതേപോലെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് മെയിൽ അയച്ച് കുറേ തപ്പിയിട്ടാണ് എനിക്കൊരു ജോബ് കിട്ടിയത്. ഫസ്റ്റ് ഡൈനാമോഡിൻ്റെ അകത്ത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ജോബ് ഡൈനാമോഡിൻ്റെ അകത്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ബോണ്ടിൻ്റെ കാര്യമാണെങ്കിലും സാലറിയുടെ കാര്യമാണെങ്കിലും ഒക്കെ കറക്റ്റ് അന്വേഷിച്ചതിന് മാത്രം ജോലിക്ക് പോയിട്ട് കയറിയതിന് ശേഷം ബോണ്ട് വെച്ചിട്ട് എനിക്ക് അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അത് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്നോട്. ത്രൂ ഇൻസ്റ്റയിലാണെങ്കിലും എന്താ പറയുക നമുക്ക് ഇതിന് കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ശരി, ബൈ.